പക്ഷേ അത് ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും വിഷയങ്ങളുടെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക എത്തുന്നതിന് മുമ്പ് അവസാനം ഇത് സബ്മിറ്റ് ചെയ്യുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തുന്നതിനും ഒക്കെയുള്ള ഒരു തീയതിയായിട്ട് 12-ാം തീയതി എന്നുള്ള നിലയിലേക്കാണ് ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ മുന്നണികളും അവരവരുടെ വോട്ടർ പട്ടികയിൽ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ LDF ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു എന്നുള്ള നില അത്ര ഒരു നില ജനങ്ങളാരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല നിൽക്കുന്നത്. നമ്മൾ എത്ര ഉന്നത പദവിയിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലും ഏറ്റവും സാധാരണക്കാരായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ആളുകളായാലും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പ്രജകളല്ല പൗരന്മാർക്കും ഒരു വോട്ടാണ്. ആ വോട്ടെന്ന് പറയുന്നത് മാസ്റ്റർ കീ ആണ്. പൊളിറ്റിക്കൽ പവറിൻ്റെ മാസ്റ്റർ കീ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഭരണഘടനാപരമായ ഒരു അവകാശം നിർണ്ണയിക്കുന്നതിന് വേണ്ടി അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യമാണത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സജീവ് സാറൻ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവർക്ക് താല്പര്യമുള്ള വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ അതിനകത്ത് പല വൈരുദ്ധ്യങ്ങളുണ്ടാകാം, പല കോൺട്രഡിക്ടറി ആയിട്ടുള്ള പല വിഷയങ്ങളുണ്ടാകാം. അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പോകുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ളൊരു വിവാദം അന്തിമ വോട്ടർ പട്ടിക വന്നിട്ടില്ല കേട്ടോ. അന്തിമ വോട്ടർ പട്ടിക വരാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്കിത് പരസ്പരം ചർച്ച ചെയ്യാം എന്നുള്ളതല്ല. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ച വിഷയം അതല്ല. അന്തിമ വോട്ടർ പട്ടിക വരികയും അത് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വോട്ടിംഗ് മെഷീനിലടക്കം ഇത് രാഹുൽ ഗാന്ധി മാത്രം പറഞ്ഞതല്ലല്ലോ, പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താ പറയുക, അപ്പോഴത്തേനും പറയാം ED ഇറക്കി ഇവരെല്ലാം കൊണ്ട് നേരിടാം എന്നാണ് പറയുന്നത്. അത് അവർ നിയമസഭയിലോ പറഞ്ഞല്ലോ, ഒരു പ്രതിനിധി പറയുകയും ചെയ്ത് ED വരും. അപ്പോൾ ഇത് അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പകൽ പോലെ വ്യക്തമാണ്. അതിനിപ്പോൾ എന്ത് പറഞ്ഞാലും അത് വലിയ പ്രതിസന്ധിയാണ് BJPക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിൽ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്കൊന്നും ഒരു അക്കൗണ്ട് എവിടെയും തുറക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. തിരുവനന്തപുരത്തും തുറക്കില്ല, ഒരു സംശയവും വേണ്ട. തിരുവനന്തപുരത്തൊന്നും ഒരു നഗരസഭയും തിരുവനന്തപുരത്തൊന്നും പിടിക്കില്ല. ഞാൻ പറയാം, കേരളത്തിൽ ഒരു നഗരസഭയും BJP അധികാരത്തിലേറില്ല, ഒരു പഞ്ചായത്തും അധികാരത്തിലേറില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നിങ്ങളുടേതായ വോട്ടുകൾ സമാഹരിക്കൂ, സമയമുണ്ടല്ലോ, അത് ചെയ്യൂ. അല്ലാതെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇങ്ങനെ വിവാദങ്ങളുണ്ടാക്കി ഇത് മുഴുവൻ അഴിമതിയാണ്, കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു പുകമറയിൽ നിർത്തുന്നത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ജനാധിപത്യത്തിലൊന്നും വലിയ വിശ്വാസമില്ലെന്നുള്ളത് ആർക്കറിയത്തില്ലാത്തത്. നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഇവർ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഭരണം ഉപയോഗിച്ചുകൊണ്ട്, തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട്. അതാണ് ഇവിടെ തന്നോട്ടിരിക്കുന്നത്. പലരെയും ജയിലറകളിൽ അയക്കുന്നു, പുസ്തകങ്ങൾ നിരോധിക്കുന്നു, സംസ്കാരം, രാഷ്ട്രീയം, സിനിമകൾ നിരോധിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയുള്ള ആളുകളാണ് ഇവർ. ജനാധിപത്യ വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും അടിത്തട്ട് സമൂഹങ്ങളോടുള്ള വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും ഒക്കെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന പദ്ധതികൾ ഉള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ കൂട്ടായ്മയാണത്. അതിനെ ജനാധിപത്യ മതപക്ഷ ജനസമൂഹം ആ രീതിയിൽ തന്നെയാണ് തിരിച്ചറിയുന്നത്.